ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ താജ്മഹലിലേക്ക് പോയൊരു യാത്രയാണ് കാണിക്കുന്നത്. കറൻ്റ് ഞങ്ങളിപ്പോൾ ലവ് കുശ് നഗറിലാണ്. അപ്പോൾ ലവ് കുശ് നഗറിൽ നിന്ന് ഞങ്ങൾക്ക് മഹോബയിലേക്ക് പോകണം. മഹോബയിൽ നിന്ന് നമ്മൾ ആഗ്രയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹോബയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ലവ് കുശ് നഗറിൽ വന്ന് നിന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ നിൽക്കുന്ന നല്ല ബസ് സ്റ്റാൻഡ് കുറച്ചും കൂടി നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ബസ് വരുന്നതിന് 2 മിനിറ്റ് മുമ്പായിട്ടാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നീങ്ങി ചെന്നപ്പോഴേക്കും ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറോളം യാത്രയുണ്ട് ബസ്സിൽ. അത് കഴിഞ്ഞ് മഹോബയിൽ എത്തിയതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ മഹോബ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ ഒരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. മഹോബ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ലൈറ്റിങ്ങും വളരെ രസകരമായിരുന്നു. ഒരു ഇൻഡിപെൻഡൻസ് തീമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഗ്രയിലെത്തി. ബൈ ട്രെയിൻ അവിടെ എത്തിയപ്പോൾ തന്നെ 3:30 ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എൻ്റർ ചെയ്തു. പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ചുറ്റിപ്പറ്റി കുറേ ഓട്ടോ ചേട്ടന്മാർ വരും. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി. പോകുന്ന വഴിയും ഫുള്ള് ഈ ഒരു ഇൻഡിപെൻഡൻസ് തീം തന്നെയായിരുന്നു. ലൈറ്റിങ്ങിനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കാഴ്ചകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മോർണിംഗ് ടൈം അറിയാമല്ലോ, നമ്മൾ ഭയങ്കര സൈലൻസും പിന്നെ ആ ഒരു ചെറിയ തണുത്ത കാറ്റും. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയാണ് കൊണ്ടു നിർത്തിയത്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം 4 മണിക്കല്ല അവിടെ ഓപ്പണിംഗ് ടൈം, 6 മണിക്കാണ്. അപ്പോൾ 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. അത് കഴിഞ്ഞ് ഒരു 5:30 കൂടി പല ആളുകളും വന്ന് തുടങ്ങി. ഫോറിനേഴ്സും ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു, അതിൽ മലയാളീസും ഉണ്ടായിരുന്നു. കുറച്ച് ചില ഫോട്ടോ എടുക്കാനായിട്ടുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കാണിച്ച വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ ഇമ്പ്രസ്ഡായി. അപ്പം ഒരു ചേട്ടൻ ഞങ്ങൾക്കും ഒരു ഗൈഡിനെ തന്നു. ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തരും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വിശ്വസിച്ചു. അങ്ങനെ ഈ പോകുന്ന ചേട്ടൻ്റെ പിന്നാലെ ഞങ്ങളും പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് താജ്മഹലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് ചെറുതായിട്ടൊക്കെ മലയാളമൊക്കെ അറിയാം, 2-3 വാക്കുകൾ ഇല്ല ആണോ അങ്ങനെയൊക്കെ മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ താജിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. താജിൻ്റെ അകത്തേക്കല്ല, താജ്മഹൽ കാണാനായിട്ട്. അപ്പം എൻ്റെ മനസ്സിലാണെങ്കിൽ ജീൻസ് സിനിമയിലത്തെ ആ പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ അതിൽ ചെറിയ പെർഫോമൻസൊക്കെ ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു, കാരണം അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരിട്ടത് കാണാൻ പോവുകയാണ്. ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. നമ്മൾ നേരിട്ടാണല്ലോ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ട് കാണുമ്പോൾ നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലൊന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു സംഭവമാണ്. എനിക്കറിയില്ല, കുറേ പേര് നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും പലരുടെയും കാഴ്ചകളും ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വളരെ എന്തെന്ന് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോയി. കാരണം നമ്മൾ കാണുന്നത് എന്താണെന്ന് തന്നെ മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ഈ ഒരു മാർബിളിൻ്റെ ഭംഗിയും കാര്യങ്ങളും കൊണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനേക്കാളും ഉപരി ഇദ്ദേഹം ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അയ്യോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് പോയിൻറ്റ്സിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ താജ്മഹലിനെ തൂക്കി പിടിക്കുന്ന പോലത്തെയൊക്കെ ഫോട്ടോസൊക്കെ അദ്ദേഹം ക്ലിക്ക് ചെയ്ത് തന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ആ വ്യൂ പോയിൻറ്റ്സൊക്കെ അറിയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നന്നായി ഫോട്ടോ എടുത്ത് തരുന്നവരുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. കാരണം അദ്ദേഹം കാണിച്ചിരുന്ന പോലത്തെ വീഡിയോസൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അതുപോലെ കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ഒരു സ്പേസിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പോൾ അതിൽ നിന്നും വീഡിയോസ് എടുത്തപ്പം പെട്ടെന്ന് ഞാനൊന്ന് കറങ്ങി ഇവിടെ നിന്ന് വീഡിയോസ് എടുത്തതിൽ. അപ്പോൾ കറങ്ങാൻ പാടില്ല എന്നൊക്കെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അദ്ദേഹം പോയതിന് ശേഷം ഞങ്ങൾ താജിൻ്റെ അകത്തേക്ക് കയറാനായിട്ടുള്ള പോവാണ്. അപ്പോഴാണ് മനസ്സിലായി നമ്മൾ നോർമൽ ഷൂസൊന്നും ധരിച്ച് പോകാൻ പറ്റില്ല, അവർ തരുന്ന സോക്സ് യൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സോക്സ് കളക്ട് ചെയ്തു. അങ്ങനെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ താജിൻ്റെ അകത്തേക്ക് എത്താൻ പോവാണ്. അവിടെയും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു, ഫോട്ടോസ് എടുക്കാൻ പാടില്ല, വീഡിയോസ് എടുക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്നത് നമ്മൾ ഫോറിനേഴ്സിനെ അടുത്തല്ല അവർ റെസ്ട്രിക്ഷൻ പറയുന്നത്, നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്താണ്. അങ്ങനെ പക്ഷേ ഞാൻ അവരെ അറിയാണ്ട് തന്നെ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ എക്സിറ്റ് ചെയ്യാണ് താജിൻ്റെ അകത്തു നിന്നും. പിന്നെ ഞങ്ങൾ സാവധാനം പതിയെ ഫോട്ടോസും വേറെ വീഡിയോസൊക്കെ ആയിട്ട് പതുക്കെയാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണിക്ക് എൻ്റർ ചെയ്തു. 8:30 ആയപ്പോഴേക്കും ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഈ പറഞ്ഞ ഗേറ്റിൻ്റെ അകത്തുനിന്ന് വെസ്റ്റ് ഗേറ്റിനുള്ളിൽ പുറത്തിറങ്ങിയത് 9 മണിക്കായിരുന്നു. ജീൻസിലെ സോങ്സൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.